ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഡി സി ലോട്ട് ലൈൻ നോക്കാം. സോ ഡി സി ലോട്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ അകത്തുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഡി സി ലോട്ട് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡി സി ലോട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? നമ്മളൊരു സർക്യൂട്ട് എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യണം. Let us consider an amplifier circuit when no signal is applied on the input. This condition is described as a quiescent condition. നമ്മളൊരു ആംപ്ലിഫയർ സർക്യൂട്ട് എടുക്കുന്നത്. ഇതാണ് ആംപ്ലിഫയർ സർക്യൂട്ട്. ഈ ഒരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ ഇൻപുട്ടിൽ സിഗ്നൽ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇൻപുട്ടിനകത്ത് സിഗ്നലൊന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? സോ ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വിസെന്റ് കണ്ടീഷൻ. അപ്പോൾ എന്താണ് ഈ ആംപ്ലിഫയർ സർക്യൂട്ട്? ആംപ്ലിഫയർ സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത് ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനാണ്. എമിറ്ററാണ് കോമൺ. നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരയ്ക്കുവാണ്. ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ഇതാണ് ബേസ് കാണും, കളക്ടർ കാണും, എമിറ്റർ കാണും. ഓക്കെ അല്ലേ? സോ ട്രാൻസിസ്റ്ററിനകത്ത് ബേസ് കാണും, കളക്ടർ കാണും, എമിറ്റർ കാണും. ഓക്കെ അല്ലേ? ഇതിനകത്ത് ശ്രദ്ധിക്കുക, നമ്മൾ കോമൺ എമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ ഈ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കുക. സോ ഇതാണല്ലോ കളക്ടർ എന്ന് പറഞ്ഞതാ ഈ സാധനം. ഇതാണല്ലോ എമിറ്റർ, ഇതാണല്ലോ ബേസ്. ഒരു കോമൺ എമിറ്ററിൽ നമ്മൾ ഇൻപുട്ട് എടുക്കുക ബേസിൽ നിന്നാണ്. ഓക്കെ അല്ലേ? ഔട്ട്പുട്ട് എടുക്കുക കളക്ടറിൽ നിന്നാണ്. ഔട്ട്പുട്ട് ഇവിടുന്നും ഇൻപുട്ട് ഇവിടുന്നാണ് എടുക്കുക. പക്ഷേ ഈ എമിറ്റർ ഔട്ട്പുട്ടിനും ഇൻപുട്ടിനും എന്തുമായിരിക്കും? കോമൺ ആയിരിക്കും. ഇതാണ് ഔട്ട്പുട്ട്, ഇതാണ് ഇൻപുട്ട്. ഓക്കെ, ഇവിടാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുക. അപ്പോൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ഈ എമിറ്റർ എന്തായിരിക്കും? കോമൺ ആയിരിക്കും. രണ്ടിലും എമിറ്റർ ഉണ്ട്. ഓക്കെ അല്ലേ? ഔട്ട്പുട്ടിലും എമിറ്റർ ഉണ്ട്, ഇൻപുട്ടിലും എമിറ്റർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. എമിറ്റർ എന്തായിരിക്കും? കോമൺ ആയിരിക്കും. ഇവിടുത്തെ കണ്ടീഷൻ നോക്കുക. നമ്മുടെ ട്രാൻസിസ്റ്റർ എമിറ്റർ ഇതാണ്. നോക്കുക, ഇവിടെ നിന്നാണ് ഇൻപുട്ട് എടുത്തേക്കുന്നത്. ഇൻപുട്ട് ഇവിടെ നിന്നാണ് എടുത്തേക്കുന്നത്. കണ്ടോ? ഇൻപുട്ടിനും കോമൺ ആണ്. ഔട്ട്പുട്ട് നോക്കുക, ഇതാണ് കളക്ടർ. ഔട്ട്പുട്ടിനും എമിറ്റർ കോമൺ ആണ്. ഓക്കെ അല്ലേ? കോമൺ എമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എമിറ്റർ കോമൺ ആയിരിക്കും. ഇനി സർക്യൂട്ട് കാണാൻ വലിയ എന്തോ സർക്യൂട്ടൊക്കെ ആണെന്ന് തോന്നുമെങ്കിൽ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇതാണ് ബേസ്. കണ്ടില്ലേ? ഇതാണ് ബേസിൽ നിന്നാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുക. ഓക്കെ അല്ലേ? ഈ ബേസ് ഇൻപുട്ട് എടുക്കുന്നതിനകത്തും ഔട്ട്പുട്ട് എടുക്കുന്നതിനകത്തും ഒരു റെസിസ്റ്ററും ഒരു ബാറ്ററിയും കാണും, ഒരു റേറ്റും കാണും. സോ ബേസിൽ നിന്ന് എടുക്കുന്ന റെസിസ്റ്റർ ആയതിനെ കൊണ്ട് ഈ റെസിസ്റ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് RB. ബേസിൽ നിന്ന് എടുക്കുന്ന വോൾട്ടേജ് ആയതിനെ കൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് VBB. ഓക്കെ അല്ലേ? സോ ബേസിൽ നിന്ന് എടുക്കുന്ന റെസിസ്റ്റർ നമ്മൾ വിളിക്കുന്ന പേര് RB എന്നും ബേസിൽ നിന്ന് എടുക്കുന്ന വോൾട്ടേജ് നമ്മൾ വിളിക്കുന്ന പേര് VBB എന്നുമാണ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ ഇതാണ് കളക്ടർ അല്ലേ? കളക്ടറിൽ നിന്ന് എടുക്കുന്ന റെസിസ്റ്റർ നമ്മൾ വിളിക്കുന്ന പേര് RC. കളക്ടറിൽ നിന്ന് എടുക്കുന്ന വോൾട്ടേജ് നമ്മൾ വിളിക്കുന്ന പേര് VCC. കണ്ടോ? വളരെ സിമ്പിളാണ്. നോക്കി, ഒന്നുമില്ല. ഒരു ട്രാൻസിസ്റ്റർ എടുക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നമ്മളൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു, അത് RB. അതിൽ നമ്മളൊരു വോൾട്ടേജ് കണക്ട് ചെയ്യുന്നത് VBB. ഓക്കെ, ഇതാണ് കളക്ടറിൽ നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു, എന്ത്? RC. കളക്ടറിൽ നിന്ന് തന്നെ കൊണ്ട് RC. ഒരു വോൾട്ടേജ് കണക്ട് ചെയ്യുന്നു, അത് VCC. ഇത് രണ്ടിനെയും നമ്മൾ എവിടെയായിട്ട് ബന്ധിപ്പിക്കുന്നു? കോമൺ എമിറ്ററുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അത്രയേ ഉള്ളൂ. കണ്ടോ? ഇതാണ് സർക്യൂട്ട്. കണ്ടോ? ഓക്കെ ആണോ? ഇതാണ് ഇൻപുട്ട് സോഴ്സ്. ഇൻപുട്ട് എടുക്കുന്ന സോഴ്സ് ആണിത്. ഓക്കെ അല്ലേ? ഇൻപുട്ട് എടുക്കുന്ന സ്ഥലത്തും ഔട്ട്പുട്ട് എടുക്കുന്ന സ്ഥലത്തും ഓരോ കപ്പാസിറ്റർ വെക്കുക. ഇവിടാണ് ഔട്ട്പുട്ട്. നോക്കി, RC. ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ്. RCയും നമ്മുടെ എമിറ്ററുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എടുക്കുന്ന സ്ഥലത്തും ഔട്ട്പുട്ട് എടുക്കുന്ന സ്ഥലത്തും എന്ത് ചെയ്യുക? ഓരോ കപ്പാസിറ്റർ ഒക്കെ കഴിഞ്ഞു. ഇതാണ് ആംപ്ലിഫയർ സർക്യൂട്ട്. ഒന്നുമില്ല. ബേസിൻ്റെ അവിടെ റെസിസ്റ്റർ, ഒരു വോൾട്ടേജ് RB VBB. കളക്ടറിൻ്റെ അവിടെ റെസിസ്റ്റർ, വോൾട്ടേജ് RC VCC. ഓക്കെ അല്ലേ? ഇൻപുട്ടിൻ്റെ അവിടെ ഇതാണ് ഇൻപുട്ട് സോഴ്സ്. ഇൻപുട്ടിൻ്റെ അവിടെയും എന്ത് ചെയ്യുക? ഒരു കപ്പാസിറ്റർ വയ്ക്കുക. ഔട്ട്പുട്ടിൻ്റെ അവിടെ ഒരു കപ്പാസിറ്റർ ഒക്കെ കഴിഞ്ഞു. ആംപ്ലിഫയർ. ഓക്കെ, സോ നമ്മളിതൊന്നും അല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് സോഴ്സ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് സാധനം ഇല്ല. അപ്പോൾ ഇത്രയും സാധനം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഇതാണ് ക്വിസെന്റ് പോയിന്റ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ക്വിസെന്റ് കണ്ടീഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ക്വിസെന്റ് കണ്ടീഷനിലെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ക്വിസെന്റ് കണ്ടീഷനിലെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ നൈസായിട്ട് ഇതാണല്ലോ അവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ബേസ്.
ബേസും എമിറ്ററും കൊണ്ടുള്ള സംഭവമാണല്ലോ, ബേസും എമിറ്ററുടെ സംഭവമുള്ളതാണല്ലോ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കളക്ടറും എമിറ്ററുടെ സംഭവമുള്ളതാണല്ലോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, ബേസും എമിറ്ററും ആണ് ഇൻപുട്ട്, കളക്ടറും എമിറ്ററും ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സോ നോക്കടാ, ഇതേ സാധനം തന്നെ ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. നോക്ക് ബേസിൻ്റെ അവിടെ റെസിസ്റ്റർ RB VBB, കളക്ടറിൻ്റെ അവിടെ റെസിസ്റ്റർ RC VCC. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതാ നോക്കടാ, ഇവിടേക്കൂടെ ഒഴുകുന്ന കറണ്ട് നമ്മൾ, ഇത് ബേസിൻ്റെ സ്ഥലമല്ലേ IB ആണെന്ന് വിചാരിക്കാം. ഇതിലേക്കൂടെ ഒഴുകുന്ന കറണ്ട് നമ്മൾ IC ആണെന്ന് വിചാരിക്കാം. കളക്ടറിലൂടെ ഒഴുകുന്ന കാരണം IC, ബേസിലൂടെ ഒഴുകുന്ന കാരണം IB. ഓക്കെ, കുഴപ്പമുണ്ടോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ കിർച്ചോഫ് വോൾട്ടേജിലോ എഴുതാം. ഓക്കെ, സോ നിങ്ങൾക്ക് ബേസിക്കായിട്ട് കിർച്ചോഫ് വോൾട്ടേജിലോ എഴുതാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നോക്ക്, ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടുത്തെ ഏറ്റവും വലിയ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വോൾട്ടേജ്. അത് ഈസ് ഈക്വൽ ടു ബാക്കിയുള്ള വോൾട്ടേജുകൾ അങ്ങ് ആഡ് ചെയ്ത് വെക്കുക. എഴുതും മനസ്സിലാവും. ഔട്ട്പുട്ടിന് അടിക്കുമ്പോഴോ, ഔട്ട്പുട്ടിൻ്റെ ലൂപ്പ് ഇതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വോൾട്ടേജ് എന്താ? VCC. ബാക്കിയുള്ള വോൾട്ടേജുകൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഇനി ബാക്കിയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റെസിസ്റ്റർ വരുമ്പോൾ നമ്മളെങ്ങനെ വോൾട്ടേജ് എഴുതുക? ഇത് RB ആണെങ്കിൽ ഇതിൻ്റെ ഇതേ കൂടെ ഒഴുകുന്ന കറണ്ട് IB ആണെങ്കിൽ ഇതെന്തുമായിരിക്കും? ഈ വോൾട്ടേജ് എന്തായിരിക്കും? IB RB ആയിരിക്കും. ഇനി നമ്മൾ ആരും കാണാതെ പോകുന്നൊരു വോൾട്ടേജ് ഉണ്ട്. നോക്കേ, ഇത് എമിറ്ററിൻ്റെയും ബേസിൻ്റെയും ഇടയിലുള്ളൊരു സർക്യൂട്ടല്ലേ? ഈ എമിറ്ററിനും ബേസിനും ഇടയിലൊരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജാണ് VBE. V ബേസ് എമിറ്റർ ഉണ്ടോ? VBE. ഈ എമിറ്ററിൻ്റെയും ബേസിൻ്റെയും ഇടയിലുള്ള വോൾട്ടേജാണ് VBE. അതേപോലെ ഇത് ഔട്ട്പുട്ടിൽ ആരാ ഇരിക്കുന്നത്? ഔട്ട്പുട്ടിൽ കളക്ടറാണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാരാ? എമിറ്റർ. അപ്പോൾ കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയും ഇടയിൽ ഒരു വോൾട്ടേജ് കാണൂല്ലേ? അതാണെന്ത്? VCE. ഉണ്ടോ? VCE. കളക്ടറിൻ്റെ എമിറ്ററിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് VC. അപ്പോൾ ഇൻപുട്ടിൽ ആരൊക്കെ ഉണ്ട്? നോക്കേ, ഇൻപുട്ടിൽ ഒരു VBB ഉണ്ട്, ഒരു IB RB ഉണ്ട്, ഒരു VBE ഉണ്ട്. ഇതാണ് ഇതിനകത്തുള്ള വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ അല്ലെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ എങ്ങനെ എഴുതാം? ഏറ്റവും കൂടിയ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കുറഞ്ഞ 2 വോൾട്ടേജിൻ്റെ സമ്മായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ലൂപ്പ് വരച്ച് കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കിയൊക്കെ എഴുതാം. ഓക്കെ, ഞാൻ പറയുന്നത് വളരെ സിമ്പിളാക്കി. ഇത് എങ്ങനെ എഴുതാം നമുക്ക്? VBB നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാലും ഇത് തന്നെ കിട്ടത്തോളൂ. VBB ഈസ് ഈക്വൽ ടു IB RB പ്ലസ് ഇതാരാ? VBE എന്ന് എഴുതി കൂടെ. ഓക്കെ അല്ലേ? അതുകൊണ്ട് VBB ഈസ് ഈക്വൽ ടു IB RB പ്ലസ് VBE എന്ന് എഴുതി കൂടെ. ഇതേപോലെ ഇവിടെ ഏറ്റവും വലുതാരാ? VCC. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? VCC ഈസ് ഈക്വൽ ടു ഇതാരാ? ഇതിലേക്ക് വരുന്ന കറണ്ട് IC. അപ്പോൾ ഇതെന്തായിരിക്കും? ICRC പ്ലസ് ഇതിനിടയിലുള്ള വോൾട്ടേജ് VCE. ഉണ്ടോ? എഴുതാൻ പറ്റുമോ? സിമ്പിൾ അല്ലേ? അപ്പോൾ അതാണ് ഞാൻ ഇവിടെ താഴെ വെച്ചേക്കുന്നത്. ഞാൻ ആദ്യം ഔട്ട്പുട്ടിലെ കാരണമാണ് എടുത്തേക്കുന്നത്. ഇതാണ് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ലോ എഴുതി. ഔട്ട്പുട്ടിലെ വോൾട്ടേജ് ലോ എന്താ? VCC. ഇതാണ്ട് VCC ഏറ്റവും വലിയ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വേറെ ആരൊക്കെ ഉണ്ട്? ICRC പ്ലസ് ഈ കളക്ടറിൻ്റെയും എമിറ്ററിൻ്റെയുള്ള വോൾട്ടേജ് VCE. ഓക്കെ അല്ലേ? സോ VCC ഈസ് ഈക്വൽ ടു ICRC പ്ലസ് VCE എന്ന് എഴുതാൻ പറ്റും. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നമ്മളിതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പോവാണ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ മാനിപ്പുലേഷൻസ് വരുത്താൻ പോകണം. വളരെ സിമ്പിളാണ്. നമ്മൾ നോക്കാൻ പോകണം. നോക്കേ, നമുക്ക് ഈ ICനെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? VCE അപ്പുറം കൊണ്ടുപോകണം, RC വെച്ച് ഡിവൈഡ് ചെയ്യണം അല്ലേ? സോ നമുക്ക് VCE അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? VCC മൈനസ് VCE എന്ന് വരും. ICRC ഈക്വൽ ടു VCE മൈനസ് VCE എന്ന് വരും. ഇനി IC ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ RC എന്ത് അപ്പുറം കൊണ്ടുപോകും? അപ്പോൾ എന്ത് കിട്ടും? VCC മൈനസ് VCE ബൈ RC എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ എന്ത് കിട്ടി? IC ഈക്വൽ ടു VCC മൈനസ് VCE ബൈ RC. നിങ്ങൾ ഈ കാണുന്നതിൻ്റെ കൂടെ ഒന്ന് എഴുതിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ അല്ലേടാ? സോ ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണ്. മാത്സ് പഠിച്ച എല്ലാവർക്കും അറിയാം, ഈ ഡിവൈഡ് ബൈ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? VCC ബൈ RC മൈനസ് VCE മൈനസ് VCE ബൈ RC എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? ഇല്ലതാണ്ടേ. VCC ബൈ RC മൈനസ് VCE ബൈ RC എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഈ ടേമിനെ ഫസ്റ്റ് എഴുതുവാണ്, ഈ ടേമിനെ സെക്കൻഡ് എഴുതുവാണ്. കുഴപ്പമുണ്ടോ? ഇല്ല. സോ ഈ ടേമിനെ ഫസ്റ്റ് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? മൈനസ് VCE ബൈ RC പ്ലസ് VCC ബൈ RC എന്ന് കിട്ടും. ഇത് കുഴപ്പമുണ്ടോ? ഇല്ല.
എൻ്റെ പിന്നെയും ഒരു കൺവീനിയൻസിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഈ -1/RC അങ്ങ് പുറത്ത് എഴുതണം. അപ്പോൾ എന്ത് കിട്ടും? -1/RC ഇൻറ്റു VCE പ്ലസ് VCC/RC. നമ്മൾ എന്തിനാ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, നമുക്ക് വല്ല ഗ്രാഫ് വരയ്ക്കാനുള്ള ഇക്വേഷൻ കിട്ടുമെന്ന് നോക്കാൻ പോകും. സോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ IC = നമുക്ക് എന്ത് കിട്ടി? IC = 1/RC VCE പ്ലസ് VCC/RC. ഇത് നിങ്ങൾ വെറുതെ ഇങ്ങനെ കണ്ടുപോയി കഴിഞ്ഞാൽ എന്തോ VCC ICC RC എന്നൊക്കെ വിചാരിക്കും. എഴുതി നോക്കുക, വളരെ സിമ്പിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കൊണ്ടുപോയതേ ഉള്ളൂ. ഓക്കെ, സോ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? Y = mx + c എന്ന് പറയുന്ന നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, IC ആണ് നമ്മുടെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1/RC ഒരു കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് അവർ സ്ലോപ്പ് m. x എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ VCE ആണ്, പ്ലസ് c ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ് VCC/RC. ഓക്കെ ആണോ? സോ ഒന്നുകൂടെ പറയാം, y ആക്സിൽ നമ്മൾ ഇതിനെ ഗ്രാഫ് ആക്കണം. ഇതിനെ വെച്ചൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ y ആക്സിൽ IC എടുക്കണം, x ആക്സിൽ VCE എടുക്കണം. നമ്മുടെ കോൺസ്റ്റന്റ് ഗ്രാഫ് തുടങ്ങുന്നത് ഇവിടെ നിന്നായിരിക്കും, VCC/RC എന്നായിരിക്കും. ഇനി -1/RC, മൈനസ് സ്ലോപ്പ് വന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതൊരു ഡിക്രീസിങ് സ്ലോപ്പാണ് അല്ലേ? അപ്പോൾ സോ IC ആണ് ഇവിടുത്തെ y ആക്സിസ്, IC. x ആക്സിൽ ആരാ ഉള്ളത്? VC ആണ് x ആക്സിസ്. നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഡിക്രീസിങ് സ്ലോപ്പ് ആയിരിക്കും. സോ ഈ ഇക്വേഷൻ വഴി നമുക്ക് എന്ത് കിട്ടും? ഒരു ഡിക്രീസിങ് സ്ലോപ്പുള്ള ലൈൻ കിട്ടും. ഓക്കെ അല്ലേ? സോ നമുക്ക് ഫർദർ മുമ്പിലോട്ട് പോവാം. m = 1/RC എന്ന് മനസ്സിലായി, അതായത് സ്ലോപ്പ് ഇതാണെന്ന് മനസ്സിലായി. C VCC/RC എന്ന് മനസ്സിലായി. ഓക്കെ, ശ്രദ്ധിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു IC വേഴ്സസ് VCEയുടെ ഗ്രാഫ് വരയ്ക്കുന്നു. ദിസ് ഇസ് ദ ഔട്ട് ക്യാര. നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ദിസ് ഇസ് ദ ഔട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ BJT. ഒരു BJT ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? ഇവിടെ ICയും ഇവിടെ VCEയും കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ആദ്യം കൂടും കോൺസ്റ്റന്റ് ആവും. ആദ്യം കൂടും കോൺസ്റ്റന്റ് ആവും. ഗ്രാഫാണ്, ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. ഓക്കെ, അറിയാത്തവർ ഇപ്പം പഠിച്ചു വെക്കുക. IC എന്ന് പറഞ്ഞാൽ എന്തുവാ? കളക്ടർ കറണ്ട്. IC എന്ന് വെച്ചാൽ എന്താണ്? കളക്ടറിന്റെ റീജിയനിൽ കൂടെ ഒഴുകുന്ന കറണ്ട്. VCE എന്ന് പറഞ്ഞാൽ എന്തുവാ? വോൾട്ടേജ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. വോൾട്ടേജ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. ഇത് രണ്ടും കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഇങ്ങനെ വരയ്ക്കും വാല്യൂ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഇതാണ് ഔട്ട്പുട്ട് ക്യാര. നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഗ്രാഫിനകത്ത് നമ്മത ഈ ഇക്വേഷൻ പ്രകാരം ഇങ്ങനൊരു ലൈൻ ആയിരിക്കും. ഈ ലൈൻ നമ്മൾ വിളിക്കുന്ന പേരാണ് DC ലോഡ് ലൈൻ. എന്താ വിളിക്കാൻ പോണേ? DC ലോഡ് ലൈൻ. എന്തിനാണ് നമ്മളിത് കാണിച്ചു കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ DC ലോഡ് ലൈനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡിഫൈൻ ചെയ്യാൻ പോണത്. ഓപ്പറേറ്റിംഗ് പോയിന്റ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പോയിന്റിൽ നമ്മൾ ട്രാൻസ്ഫർ ഏത് പോയിന്റ് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലിറ്റി കൂട്ടാൻ പറ്റും. നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു ലൈൻ വരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? x ആക്സിലെ കാര്യം പറഞ്ഞു. ഇതാണ് x ആക്സിസ്, റൈറ്റ്? ഇതാണ് x ആക്സിസ്. ഇപ്പം നിങ്ങൾ ഗ്രാഫ് ഒന്ന് നോക്കണം, നമുക്ക് അങ്ങോട്ട് വരാം. ഇതാണ് x ആക്സിസ്, റൈറ്റ്? x ആക്സിസിനകത്ത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് IC? ICയുടെ വാല്യൂ എന്തുവാ? x ആക്സിൽ നിന്ന് എവിടുന്നാണ് പോണേ? 0 എന്നല്ലേ? IC എവിടുന്നാണ് പോണേ? 0 എന്നാണ്. IC എവിടുന്നാണ് പോണത്? 0 എന്നാണ്. സോ x ആക്സിൽ ICയുടെ വാല്യൂ 0 ആയിരിക്കും. x ആക്സിനകത്ത് ICയുടെ വാല്യൂ 0 ആയിരിക്കും. സോ അറ്റ് x ആക്സിസ് IC is equal to 0, റൈറ്റ്? അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളെ ഈ ഇക്വേഷനകത്ത് IC എന്താക്കുക? 0 ആക്കുക. സോ IC 0 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നിങ്ങൾ എഴുതി നോക്കുക. സോ 0 is equal to -1/RC VCE പ്ലസ് VCC/RC എന്ന് കിട്ടും. കണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ ടേമിനെ ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ -1/RC VCC എന്തായിട്ട് മാറും? +1/RC VCC ആയിട്ട് മാറും. എങ്ങനെ കിട്ടും? VCE/RC. ഇത് ഇപ്പുറം വരുമ്പോൾ ഇത് കിട്ടും. ഇനി അപ്പുറത്താരുള്ളത് VCC/RC. RC വെട്ടിപ്പോകുമ്പോൾ എന്ത് കിട്ടും? VCE = VCC എന്ന് കിട്ടും. കണ്ടോ?
വി സി സി ഇസ് ഈക്വൽ ടു വി സി എന്ന് കിട്ടും. അതായത് ഈ ഒരു എക്സ് ആക്സിനകത്ത് ഉള്ള വി സി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വി സി സിക്ക് ഈക്വലാണ്. എക്സ് ആക്സിലുള്ള വി സി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വലാണ്? വി സി സി. സോ ഇതിനകത്തൊരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആ പോയിന്റിനെ ഞാൻ എന്ത് വിളിക്കുകയാണ്? വി സി സി എന്ന് വിളിക്കുകയാണ്. ചുമ്മാ എനിക്ക് തോന്നി വിളിക്കാൻ. കാരണം എക്സ് ആക്സിനകത്തുള്ള എല്ലാ വി സി ഇകളും എന്തിന് ഈക്വലാണ്? വി സി സി ഈക്വലാണ്. എക്സ് ആക്സിനകത്തുള്ള വി സി ഇ, അതായത് ഐ സി കറണ്ട്, കളക്ടർ കറണ്ട് 0 ആവുമ്പോൾ വി സി ഇ ഇസ് ഈക്വൽ ടു വി സി സി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോയിന്റ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി വി സി. നിങ്ങൾ ഈ വരയും നോക്കണ്ട, നിങ്ങൾ ഇപ്പോൾ സമാധാനപ്പെട്ടിരിക്കുക. വി സി സി എന്ന് അടയാളപ്പെടുത്തി. ഓക്കെ, ഇനി ആലോചിച്ച് നോക്കാം. ഐ സി ആണിത് അല്ലേ? ഐ സി ഇതാണ്. ഈ വൈ ആക്സിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വി സി? വി സിയുടെ വാല്യൂ എന്തോ? വൈ ആക്സിൽ വി സിയുടെ വാല്യൂ എന്തോ? വൈ ആക്സിൽ വി സിയുടെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? എങ്കിൽ വി സി എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ അറ്റ് വൈ ആക്സിസ് വി അല്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തിലുള്ള? ഈ ഇക്വേഷൻ ഏതാ? വി സി ഇ എന്ന് 0 ആയിപ്പോൾ. അപ്പോൾ ഈ ടേം മൊത്തം ക്യാൻസൽ ആയിപ്പോൾ. ബാക്കി ആരുണ്ട്? ഇവിടെ ഐ സി ഉണ്ടായിരുന്നു. ഐ സി ഇസ് ഈക്വൽ ടു വി സി സി ബൈ ആർ സി എന്ന് കിട്ടും. ഐ സി ഇസ് ഈക്വൽ ടു വി സി സി ബൈ ആർ സി. ഇത് ഏത് ഇക്വേഷനാണ്? നമ്മൾ ആദ്യം എഴുതിയില്ലേ? ആദ്യം എഴുതിയില്ല ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് ഇതെല്ലാം പറയുന്നത്. ഇവിടെ വി സി ഇ 0 ആയി കഴിഞ്ഞാൽ ഈ ടേം ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ ഐ സി ഇസ് ഈക്വൽ ടു വി സി സി ബൈ ആർ സി എന്ന് കിട്ടും. അവിടെ എഴുതിയേക്കുന്നത് കണ്ടോ? ഐ സി ഇസ് ഈക്വൽ ടു വി സി സി ബൈ ആർ സി എന്ന് കിട്ടും. അതിൽ തന്നെ വി സി സി കണ്ടുപിടിക്കുക. വി സി സി ഈക്വൽ ടു ഐ സി ഇൻറ്റു ആർ സി എന്ന് കിട്ടും. വി സി സി ഇസ് ഈക്വൽ ടു ഐ സി ഇൻറ്റു ആർ സി എന്ന് കിട്ടും. വി സി സി ഇസ് ഈക്വൽ ടു ഐ സി ഇൻറ്റു ആർ സി എന്ന് കിട്ടും. കണ്ടോ? വി സി സി ഈക്വൽ ടു ഐ സി ഇൻറ്റു ആർ സി എന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനകത്തുള്ള ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി സി ബൈ ആർ സിക്ക് ഈക്വലാണ്. ഇത് മനസ്സിലാക്കാം. ഇത് ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടുത്തെ ഐ സി എന്തിന് ഈക്വലാണ്? വി സി സി ബൈ ആർ സി ഈക്വലാണ്. അതായത് ഇവിടുത്തെ ഐ സി ഉള്ള എല്ലാ പോയിന്റുകളും എന്തിന് ഈക്വലാണ്? വി സി സി ബൈ ആർ സി ഈക്വലാണ്. ഇവിടെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് വി സി ഇ എന്ന് പറഞ്ഞാൽ വി സി സിക്ക് ഈക്വലാണ് നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ ഇവിടുത്തെ ഐ സി എന്തിന് ഈക്വലാണ്? വി സി സി ബൈ ആർ സി ഈക്വലാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് എന്തായാലും മാർക്ക് ചെയ്തു? വി സി സി ബൈ ആർ സി അങ്ങോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ചുമ്മാ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ലൈൻ വരയ്ക്കാൻ പോവാണ്. കാരണം നമുക്കിവിടെ കിട്ടിയ ഇക്വേഷൻ ലൈൻ ഇക്വേഷൻ അല്ലേ? അതിൻ്റെ സ്ലോപ്പ് എന്താ? -1/r ആണ്. സോ ദിസ് ഇസ് എ ഡിക്രീസിങ് ലൈൻ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അങ്ങോട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാൻ പോവാണ്. ദീസ് ലൈൻ ഈസ് നോൺ ആസ് ഡി സി ലോഡ് ലൈൻ. ഈ ലൈൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ എന്ന് വിളിക്കും. ഈ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? സോ ഇനി നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് ഡി സി ലോഡ് ലൈനിൽ നിന്ന് എങ്ങനെ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് സെലക്ട് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ അല്ലേ? സോ ഡി സി ലൈനിൽ നിന്ന് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് സെലക്ട് ചെയ്യുന്നത്, അതേപോലെ ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകാം. ഓക്കെ അല്ലേ? സോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല.